ഹേ ഗായ്സ്, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ മാട്ടൂലുള്ള പെറ്റ് സ്റ്റേഷനിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. ഞാൻ മാത്രമല്ല, എൻ്റെ ഫാമിലി ഉണ്ട്, കൂടാതെ എൻ്റെ ഫ്രണ്ട്സും ഉണ്ട്. നമ്മൾ അവിടെ എത്തി നോക്കുമ്പോൾ അവിടെ മൊത്തം ക്ലീനിങ് നടക്കുക, ഓപ്പൺ ആയിരുന്നില്ല. സോ നമ്മൾ വരുന്ന വഴിക്ക് അതിൻ്റെ കുറച്ച് ഇപ്പുറത്ത് തന്നെ ഒരു ചായക്കട കണ്ടിന്. അവിടെ പോയിട്ട് എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചു. അവിടെ എത്തിയിട്ട് നോക്കുമ്പോൾ എന്തോരം വെറൈറ്റി ഉപ്പിലിട്ടതാ. ഉപ്പിലിട്ട മാങ്ങ, ഉപ്പിലിട്ട നെല്ലിക്ക, ഉപ്പിലിട്ട ക്യാരറ്റ്, അങ്ങനെ ഒരുപാട് വെറൈറ്റി. പക്ഷെ അതൊന്നും കഴിച്ചില്ല, കാരണം ഇന്നത്തെ ഈ എനർജി എനിക്ക് ഫുൾ ഡേ മെയിൻറ്റെയിൻ ചെയ്യണം. സോ നല്ല ചൂടുള്ള സമൂസ കൂടെ ചായയും. സമൂസ തിന്നാൻ ഞാൻ കുറച്ച് കഷ്ടപ്പെട്ടു, കാരണം പല്ലേ കമ്പിയിട്ടേരെ അങ്ങനെ നേരമാണെന്ന് തിന്നാൻ പറ്റുന്നില്ല. അതിൻ്റെ ചൂടും ടേസ്റ്റും കാരണം തിന്നാതിരിക്കാൻ പറ്റുന്നില്ല. സോ ഞാൻ ചായയും കുടിച്ചു, സമൂസയും കഴിച്ചു. അപ്പോഴത്തേക്ക് പെറ്റ് സ്റ്റേഷൻ ഓപ്പണായി. അപ്പോൾ വായോ, നമുക്കിവിടെ ഒരുപാട് ക്യൂട്ടായിട്ടുള്ള പെറ്റ്സിനെ കാണാൻ പറ്റും. ഞാൻ ആഗ്രഹിച്ച് വന്ന കേട്ടോ, കാരണം എല്ലാവരുടെ സ്റ്റോറിയിലും സ്റ്റാറ്റസിലും മാത്രം കണ്ടിട്ടുള്ള പെറ്റ് സ്റ്റേഷൻ ഇന്ന് ഞാൻ നേരിട്ട്, ഓ മൈ ഗോഡ്, ഞാൻ ഇപ്പോൾ പോകുന്നതും കാണുന്നതും ഒക്കെ നിങ്ങളെയും കാണിക്കണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം. അതുകൊണ്ടാണ് ഈ വ്ലോഗ് ചെയ്യുന്നത്. ഞാൻ ഉള്ളിലേക്ക് കയറിയപ്പോൾ തന്നെ എന്നെ ഫസ്റ്റ് വരവേറ്റ ഇവന്മാരാണ് കോയ് ഫിഷ്. ഇൻസ്റ്റയിലും വാട്സപ്പിലൊക്കെ സ്റ്റോറി സ്റ്റാറ്റസൊക്കെ ആയിട്ട് ഞാൻ പലതവണ കണ്ടിട്ടുണ്ട് ആൾക്കാർ ഇവിടെ പോകുന്നതും ഇവരെ ഫീഡ് ചെയ്യുന്നതും. പക്ഷെ ഇവിടെ അങ്ങനെ ഫീഡോ അല്ലെങ്കിൽ അതിന് പറഞ്ഞു തരാൻ ആരെയും ഞാൻ കണ്ടില്ല. ഒറ്റ നോട്ടത്തിൽ പറയുകയാണെങ്കിൽ ഇവൻ താറാവും അവൻ കോഴിയുമാണ്. പക്ഷേങ്കിൽ അങ്ങനെയല്ല, കാരണം ഇവർ അത്രയും വെറൈറ്റി ആയിട്ടുള്ള രണ്ട് ആൾക്കാരാണ്. ഇവരുടെ പേരും കാര്യങ്ങളും ഡീറ്റെയിൽസും വന്ന രാജ്യവും എല്ലാം ഇവിടെ എഴുതി കൊടുത്തിട്ടുണ്ട്. പക്ഷേ അതൊന്നും നോക്കാനും വായിക്കാനും ഉള്ള ടൈം എൻ്റെ ഈ എക്സൈറ്റ്മെൻറ്റിൻ്റെ നടുക്ക് എനിക്ക് കിട്ടിയില്ല. എൻ്റെ വീട്ടിൽ കുഞ്ഞൻ ഗപ്പി തൊട്ട് 1.5 അടി വരെ നീളമുള്ള ഷാർക്ക് വരെയുണ്ട്. പക്ഷേ ഇവന്മാരെ കണ്ടപ്പോൾ ഞാൻ മൊത്തത്തിൽ വണ്ടടിച്ചു പോയി. ഇത് വലിപ്പം എൻ്റെ ലൈഫിൽ ആദ്യമായിട്ട് ഇതുപോലത്തെ കാണുന്നത്. മാത്രമല്ല ഈ വെള്ളക്കുട്ടന്മാരില്ലേ, സമാധാനത്തിൻ്റെ വെള്ളരിപ്രാവുകൾ എന്നെല്ലാം പറയുന്ന പോലെ ഇവരുടെ കാര്യം. ഓ, എന്തൊരു ക്യൂട്ടാ. Oh my God, what is happening there? What is this, man? ഇവിടെ വരണം ഞാൻ എത്ര ആഗ്രഹിച്ചിരുന്നറിയാം. ഈ ചെറുക്കൻ വെളിച്ചപ്പാട് വരും ഞാൻ വിചാരിച്ചില്ല. എന്താ ചേച്ചി എന്നെ വിളിച്ചായിരുന്നാ? എന്തിനാ വിളിച്ചേ? ഞാൻ ചുമ്മാ വിളിച്ചതാ. കടി തരട്ടെ ഞാന്? കടി ചുമ്മാ വിളിക്കാൻ ഞാൻ നിങ്ങളെ കളിപ്പില്ലല്ലോ കേട്ടാ. ആ ചേച്ചിക്ക് അതിന്റെ വായിലിരിക്കുന്ന കേട്ടപ്പോ സമാധാനായിട്ടുണ്ടാവില്ലേ അല്ലേ? നമുക്ക് പെണ്ണില്ലാടാ, നമുക്ക് പെണ്ണില്ലാടാ. റൂബി, റൂബിന്ന പേര്.
ഗൈസ് ഞാനത് തെറ്റിദ്ധരിച്ചതാ. ഞാൻ പറഞ്ഞ പോലെയല്ല, ഇവിടെ ഫീഡ് ചെയ്യുന്ന സെറ്റപ്പെല്ലാം ഉണ്ട്. കൂടാണ്ട് നല്ലൊരു ഗൈഡും ഉണ്ട്. പുള്ളി എല്ലാം നല്ല രീതിക്ക് പറഞ്ഞു തന്നെ. ഒരുപാട് ഭംഗിയുള്ള കാഴ്ചകളും ഓർമ്മകളും കൊണ്ട് പുറത്തിറങ്ങുമ്പോൾ ഞാൻ കണ്ടത് ഈ ഫൈറ്റർ മീനുകളാണ്. വാങ്ങണം എന്ന് അത്രയ്ക്ക് ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിലും പക്ഷേ എനിക്ക് ഇത് കഴിഞ്ഞിട്ട് വേറെ സ്ഥലത്ത് പോകാനുണ്ട്. അപ്പോൾ പിന്നെ വാങ്ങാൻ പറ്റില്ലല്ലോ. സോ ഗായ്സ്, ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. സത്യം പറഞ്ഞാൽ അവസാനിക്കുന്നില്ല. അടുത്ത നമ്മൾ പോകുന്നത് വീലാൻഡ് വാട്ടർ തീം പാർക്കിലേക്കാണ്. അതിൻ്റെ വീഡിയോ വൈകാതെ തന്നെ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ ഇന്നത്തെ ഈ കുഞ്ഞു വ്ലോഗിന് ഇവിടെ അവസാനമായിരിക്കുകയാണ്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. ഓക്കെ, ബൈ.